വളരെ ചുരുക്കി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ഓരോ പ്രദേശങ്ങളിലും വിപുലമായ പരിപാടികൾ വെക്കാനും അതിലിതുപോലെ ആയിരങ്ങൾ തടിച്ചുകൂടാനുമുള്ള പ്രശ്നം എന്താണ്? തീർത്തും ഒരു വൈകാരിക പ്രശ്നം ഇതിന്റെ പിന്നിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏത് കാര്യങ്ങളും നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും, ഏത് കാര്യങ്ങളോടും ഒത്തുപോകാനും രാജിയാകാനും സാധിക്കും. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ ഇന്നും മുസ്ലിം മനസ്സുകൾ അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനിനോടും അതിന്റെ ചിഹ്നങ്ങളോടും ആദരവും സ്നേഹവും ആഭിമുഖ്യവുമുള്ള സഹോദരങ്ങൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ജീവനാണ്. നമ്മുടെ കരളിന്റെ കഷ്ണമല്ല, നമ്മുടെ കരളാണ്. ഹദീസിൽ പറയുന്ന വാക്ക് ഭംഗി വാക്കിന് വേണ്ടി പറയുന്നവരല്ല നമ്മൾ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ സ്വന്തം ഉമ്മയോട് സ്നേഹമില്ലാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മിൽ പലരുടെയും ഒരു ദൗർബല്യമാണ് ഉമ്മ. എന്റെ ഉമ്മയില്ലാത്ത ജീവിതം ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് പറയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഉപ്പയോട് ആത്മാർത്ഥമായ വാത്സല്യമില്ലാത്ത ആളുകൾ ആരാണ്? കുഞ്ഞു മക്കൾ എല്ലാമല്ലേ നമ്മുടെ മക്കൾ. ഒരു അറബി കവി പറഞ്ഞതുപോലെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ്, പറിച്ചെടുത്ത കഷ്ണങ്ങളാണ് നമ്മുടെ മക്കൾ. നമ്മുടെ പ്രിയതമകളോട് നമുക്ക് വല്ലാത്ത ബന്ധമില്ലേ? എല്ലാം ശരിയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ ഒരാളും യഥാർത്ഥമല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. അങ്ങനെ വേണം, അപ്പോഴേ മുഅ്മിനാകൂ. മുജാഹിദ് വിഭാഗത്തിന്റെ ആളുകൾ പറയാറുണ്ട്, പ്രവാചകരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കലാണ്. തെറ്റാണ് പറഞ്ഞത്. പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കൽ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സ്നേഹം അത് മാത്രമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വൈകാരികമാണ്. നിസ്കരിക്കലാണോ സ്നേഹം? അത് പ്രവാചക തിരുമേനി പഠിപ്പിച്ചതാണ്. സക്കാത്ത് കൊടുക്കലാണോ സ്നേഹം? ഹജ്ജ് ചെയ്യലാണോ സ്നേഹം? അതൊക്കെ സ്നേഹത്തിന്റെ ബഹിർപ്രകടനങ്ങളാണ്. സ്നേഹമുള്ള മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ അഅ്മാലുകൾ. സ്നേഹം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നിർഗളിക്കുന്ന, അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന ഒരു വൈകാരിക ഭാവമാണ് സ്നേഹം. സ്നേഹം ഒരു വികാരം. സ്നേഹം ഒരു വികാരമാണ്. കോപം ഒരു വികാരമാണ്. അതുപോലെ ചില വികാരങ്ങളുണ്ട്, അത് മനസ്സിന്റെ ഉള്ളിലാണ്. നമുക്ക് ഹബീബിനോട് വേണമെന്ന് പറഞ്ഞത് തങ്ങൾ സ്നേഹമാണ്, ആത്മാർത്ഥമായ സ്നേഹം. ആ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം പിഞ്ചോവന കുഞ്ഞിനേക്കാൾ സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം മാതാവിനേക്കാൾ സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം ഉപ്പയേക്കാൾ സ്നേഹമുണ്ടെങ്കിൽ, സ്വന്തം സഹധർമ്മിണിയേക്കാൾ സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം അത് മനസ്സിൽ കെട്ടുന്ന സ്നേഹമുണ്ടെങ്കിൽ സ്വാഭാവികമായി ആ സ്നേഹത്തിന്റെ ഭാഗമായി ആ സ്നേഹിക്കപ്പെടുന്ന ആൾ പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കും. സ്വാഭാവിക. തങ്ങളോട് നമുക്ക് എല്ലാറ്റിലും ഉപരി സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കും. കാരണം തങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്ന തങ്ങളെ ഇഷ്ടത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കൂല. നമ്മൾ നോമ്പെടുക്കും. കാരണം തങ്ങളെ ഇഷ്ടം നോമ്പെടുക്കില്ല. അപ്പൊ തങ്ങളെ നമ്മൾ എല്ലാറ്റിലും ഉപരി ഇഷ്ടപ്പെടുന്നെങ്കിൽ തങ്ങളെ ഇഷ്ടം നോക്കും, നോമ്പെടുക്കും. അവ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചര്യ അനുസരിച്ച് ജീവിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ്. സ്നേഹം അതല്ല, അത് മനസ്സിന്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു വൈകാരിക ഭാവമാണ്. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. സ്നേഹമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും, പറഞ്ഞനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു സ്ഥാപനത്തിലെ മാനേജർ, അവിടെ കുറെ സ്റ്റാഫുണ്ട്. ഈ സ്ഥാപനത്തിലെ മാനേജർ പറഞ്ഞതനുസരിച്ച് സ്റ്റാഫ് എല്ലാം ചിട്ടയോടെ പ്രവർത്തിക്കും.
അവിടെ വർക്കിംഗ് ടൈം 10 to 4, രാവിലെ 10 തുടങ്ങും, 4 മണി വരെ. 4 മണിയാകുന്ന ആയി കഴിഞ്ഞ സ്റ്റാഫൊക്കെ പോകാൻ കാത്തിരിക്കുക. വളരെ നന്നായി നിയന്ത്രിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന മാനേജർ. ഒരു നിമിഷം പറഞ്ഞു, ഇന്ന് നമുക്ക് 1 മണിക്കൂർ ഓവർ ടൈം എടുക്കണം, കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, എല്ലാവരും ഇരിക്കണം എന്ന് പറഞ്ഞു. മാനേജർ പറഞ്ഞത് ആ സ്റ്റാഫ് ഒക്കെ കേൾക്കും, പറഞ്ഞതനുസരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാകണമെന്നില്ല. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ തന്റെ ജോലിക്ക് ഭാവിയിൽ ക്ഷീണം വരും. അതുകൊണ്ട് അനുസരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടല്ല പറഞ്ഞു കേൾക്കുന്ന, സ്നേഹം കൊണ്ടല്ല. അതുപോലെ പ്രവാചക തിരുമേനിയോട് നമുക്ക് വേണ്ടി പ്രവാചക തിരുമേനി പറഞ്ഞതെങ്ങനെ കേട്ടാ പോരാ, അതിന്റെ അപ്പുറമാണ് സ്നേഹം. ആത്മാർത്ഥമായ സ്നേഹമാണ് ആവശ്യം. സ്നേഹത്തിന്റെ ബഹിർപ്രകടനമായി യാന്ത്രികമായി നമ്മൾ പറഞ്ഞത് കേൾക്കും. ആ സ്നേഹമാണ് തങ്ങളോട് വേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബിനോട് ആ വൈകാരികമായ ബന്ധമാണ്, സ്നേഹമാണുള്ളത്. തങ്ങളെക്കുറിച്ച് ഒരു ചരിത്രം, ഒരു ചിത്രം നന്നായി പ്രഭാഷണം നടത്തുന്ന ഒരു സുഹൃത്ത് അവതരിപ്പിച്ചാൽ ഈ സുന്നി മക്കൾ മുഴുവൻ കണ്ണുകൾ സജലങ്ങളാകും, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ നിറയും, ധാരധാരയൊഴുകും. എന്റെ സ്നേഹമാണ് പ്രശ്നം. ആ ഹബീബ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ഈ ഹദീസിന്റെ പ്രത്യേകത കേൾക്കണോ? ഈ ഹദീസിന് മുത്തവാത്തിർ എന്ന ഇസ്ലാമിക ലോകത്ത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച 23 വർഷക്കാലം തങ്ങൾ ചെയ്തതും പറഞ്ഞതും അംഗീകാരം കൊടുത്തതും ഉൾപ്പെടെയുള്ള സമഗ്രമായ ജീവിതം ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചതാ ഹദീസ്. ചുരുങ്ങിയതൊരു 10 ലക്ഷം ഹദീസ് ഉണ്ടാവും. ഈ 10 ലക്ഷം ഹദീസുകളുടെ കൂട്ടത്തിൽ ഒരു 10, 15, 20 ഹദീസ് ഉണ്ടാകും മുത്തവാത്തിർ. കാരണം അത്രമാത്രം അംഗീകാരമുള്ള ഹദീസിനാ മുത്തവാത്തിർ എന്ന് പറയാം. അലംഘനീയെന്ന, ലോകത്താർക്കും ചേകനൂർ മൗലവിക്ക് പോലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത ഹദീസാണ് മുത്തവാത്തിർ. ആ ഗണത്തിൽ നമ്പർ 1 ഒന്നാമത്തെ ഹദീസാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മൻ കദബ അലയ്യ, ആരെങ്കിലും കളവ് പറഞ്ഞാൽ, അലയ്യ എന്റെ മേൽ കളവ് പറഞ്ഞാൽ, ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. മൻ കദബ അലയ്യ ഫീ ഖൗലി, എന്റെ വാക്കിനെ കുറിച്ചാണ് കളവ് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞതല്ല. മൻ കദബ അലയ്യ ഫീ ഫിഅലി, എന്റെ ഏതെങ്കിലും പ്രവർത്തനത്തെക്കുറിച്ച് എനിക്കെതിരെ കളവ് പറഞ്ഞു എന്നല്ല തങ്ങൾ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞ വാചകത്തിന്റെ ശൈലി മൻ കദബ അലയ്യ, എനിക്കെതിരെ, എന്റെ തിരുശരീരവുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ആരെങ്കിലും, എന്റെ ദാത്തു ഷരീഫിനെതിരെ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, അവന്റെ സീറ്റ് അവൻ നരകത്തിൽ അവൻ റിസർവ് ചെയ്തു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഗൗരവതരമായ ഹദീസും തങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ കാര്യത്തിൽ രാജിയാകാൻ ഇസ്ലാമിക ലോകം ഒരു കാലത്തും തയ്യാറായിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കാർട്ടൂൺ വരച്ചു തങ്ങളെ തീവ്രവാദിയാക്കിക്കൊണ്ട് ഏതോ ലോകരാജ്യത്തൊരു പത്രം. എത്ര ആയിരങ്ങളാ സമരം ചെയ്ത് രക്തസാക്ഷികളായി വീണ് മരിച്ചത്. അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ഒരാൾ നോവൽ എഴുതി, അയാൾക്ക് ആജീവനമായി ഏർപ്പെടുത്തേണ്ടി വന്നു രാജ്യം. ലോക മുസ്ലിം നേതാക്കന്മാർ ചിലരുടെ തലയ്ക്ക് വില പറഞ്ഞു. സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. അത്ര വൈകാരികമായ ബന്ധമുണ്ട് ഹബീബിനോട് നമുക്ക്. ഹബീബ് പഠിപ്പിച്ചതും അത് തന്നെ. ആ ഹബീബിനെതിരെ, തങ്ങളുടെ ദാത്തു ശരീഫ് വിശുദ്ധമായ ശരീരത്തിനെതിരെ അതുമായി ബന്ധപ്പെടുത്തി കള്ളം പറയുക എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ കോംപ്രമൈസ് ആവാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, രാജിയാകാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമല്ല. ഇതാണ് പ്രശ്നത്തിന്റെ മർമ്മം. ഇവിടെ സൂചിപ്പിച്ചത് ഒരു കാന്തപുരം ഒരു കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ജീവിതകാലത്ത് എന്തൊക്കെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കൃത്രിമങ്ങളും നടത്തി. ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. പരക്കെ അറിയപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. അയാൾ നടത്തിയ കോടികളുടെ തട്ടിപ്പ് എത്ര മോശമാണ്, മ്ലേച്ഛമാണ്. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എല്ലാ മാസവും 5000 രൂപ ലാഭം തരാനാണ് വാഗ്ദാനം ചെയ്തു. എല്ലാ മാസവും 5000. അത് പച്ചയായ പലിശയാണ്. 1 ബാങ്കിൽ പലിശക്ക് കൊടുത്താൽ പോലും 1 ലക്ഷത്തിന് 5000 പോയിട്ട് 1400 രൂപയിൽ അധികം കിട്ടൂല. പിന്നെ എവിടുന്ന 5000 കൊടുക്കുക?
ഇതിന്റെ പേരിൽ കോടാനുകോടി രൂപ എത്ര പാവപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുദരിസ്സുമാരിൽ നിന്ന് പോലും, ബിസിനസ്സുകാരിൽ മാത്രമല്ല, എങ്ങനെങ്കിലും 1 ലക്ഷം രൂപ കൊണ്ട് സംഘടിപ്പിച്ചു കൊടുത്താൽ മാസം 5000 വരുമാനം കിട്ടുമല്ലോ, മര്യാദക്ക് ജീവിച്ചു പോകാമല്ലോ എന്ന് പറഞ്ഞ് കോടികൾ സംഘടിപ്പിച്ച് അവിടെ സുഖസുന്ദരമായി ഒളിപ്പിച്ച് കടത്തി ഇപ്പൊ അവിടെ സുഖലോലുപനായി ജീവിക്കാം. ഈ തരത്തിൽ നിരവധി തട്ടിപ്പുകൾ ഈ ലോകത്ത് അരങ്ങേറിയല്ലോ. നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇത് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ കൈവച്ചപ്പോഴാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയത്. അതും നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ല. നമ്മൾ മര്യാദയ്ക്ക് വിവാദത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ പേരിൽ, തങ്ങളുടെ കേശമാണ്, തങ്ങളുടെ ശരീരത്തിലെ മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോ മാന്യമായി ഇദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ സത്യസ്ഥിതി ഒന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇതിങ്ങനെ ഔദ്യോഗികമായി കിട്ടിയത് തന്നെയാണോ, ആധികാരികം തന്നെയാണോ? ഇത് ഇയാളായതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. മാത്രമല്ല, ഇങ്ങനത്തെ ഒരു സാധനം ലോകത്ത് കിട്ടാനില്ല. ഉള്ള സ്ഥലങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക, അതാരും കൈവിട്ടു കൊടുക്കൂല. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഫസ്റ്റ് വിളിച്ചപ്പോ തന്നെ നമുക്ക് സംശയത്തിന്റെ പരമ്പരകളാവുന്നത്. ഫസ്റ്റ് 2005 ഇയാള് ബോംബെയിൽ നിന്ന് മുടി കൊണ്ടുവന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചെറിയ വാർത്ത സിറാജിൽ വരുന്നത് തിരുകേശം മർക്കസിലെത്തി. സത്യകേശാണെങ്കിൽ സിറാജിനോട് ചെറിയ വാർത്ത വരെ കൊടുക്കുക. ഉള്ളാൾ തങ്ങളെ ആദരിക്കാനുള്ള ഷാള് കേരളത്തിലെ സകല മക്കാമുക്കളെയും കൊണ്ടുപോയി ചുറ്റിക്കറങ്ങിയിട്ടാണ് ഇതിനാണ് കൊണ്ടുപോയി മൂപ്പരെ ആദരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ പാർട്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒറിജിനൽ കേശമാണ് അവരുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഇതാ എത്തിക്കുന്ന സിറാജിൽ ചെറിയൊരു വാർത്ത കൊടുക്കുക. ലോകം പൊളിച്ചു കളിച്ചൂലെ ഇവര്. അപ്പൊ തന്നെ നമുക്ക് സംശയം വന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ റബീഉൽ അവ്വൽ ആരും അറിയാതെ ചെറിയൊരു മുടി വെള്ളമൊക്കെ കൊടുക്കല്. പിന്നെ അതിങ്ങനെ ഉറപ്പിക്കാനുള്ള പരിപാടി ഫസ്റ്റ് തന്നെ വിവാദമാക്കണ്ട, കാരണം പ്രശ്നമാകും മനസ്സിലാക്കിയിട്ടേ. ആ സമയത്ത് ടെലിഫോണിൽ ഈ വിനീതനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. കാരണം സുന്നിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നും തർക്കിക്കാറില്ല. മുജാഹിദ് 5 പാർട്ടി 6 പാർട്ടിയെ പരസ്പരം കാഫറും മുശ്രിക്കും വെക്കാം. ഇത് കാന്തപുരം ഭൗതിക താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കിയ. വേറെ ആശയത്തിൽ ഒരു വ്യത്യാസം നമ്മളെ പറ്റില്ലല്ലോ. അവ ചില്ലറ പ്രശ്നങ്ങൾ കണ്ടാൽ പോലും ആദർശത്തിന്റെ പേരിലാണ് നമ്മൾ എതിർക്കാറില്ല. ഈ എതിർപ്പില്ലാതാക്കാൻ വേണ്ടി ഇത് തങ്ങളെ മുടിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്, നേരിട്ട് സത്യസ്ഥിതി അറിയാൻ അദ്ദേഹത്തിന്റെ കാരന്തൂർ മർക്കസിലേക്ക് അദ്ദേഹത്തെ അന്വേഷിച്ച് വിളിച്ച കൂട്ടത്തിൽ ഞാനുണ്ട്, ഈ വിനീതനുണ്ട്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ ഇന്നാള് ഇങ്ങനെ വിഷയത്തിനാണെന്ന് പറഞ്ഞപ്പോ അവിടെ മറുപടി കിട്ടി, ഉസ്താദ് ഇവിടെ സ്ഥലത്തില്ല, ഉസ്താദ് പുറത്താണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇല്ലെങ്കിൽ അവിടെ ഉത്തരവാദപ്പെട്ട ആർക്കെങ്കിലും ടെലിഫോൺ കൊടുക്കണം, കാരണം ഈ വിഷയം ഇങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുജാഹിദ് പക്ഷത്ത് നിന്ന് കാരന്തൂർ മർക്കസിൽ തിരുകേശമുണ്ടെന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമുക്ക് ഇല്ലാത്തത് തരാൻ പറ്റുമോ? ആളെ കുറ്റപ്പെടുത്താൻ വെറുതെ പറ്റൂലല്ലോ, ആദർശത്തിന്റെ വിഷയമല്ലേ, അത് ഉറപ്പാക്കണം. ആൾ ഒരു ഉസ്താദിന്റെ മരുമകൻ സി ഫൈസി ഇവിടെ ഉണ്ട്, മാനേജർ, അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. ഞാൻ കൊടുക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ പരിചയപ്പെടുത്തി, ഇന്ന ആളാണ്, ഇന്ന വിഷയത്തിനാണ് വിളിക്കുന്നത്, ഒന്ന് അതിന്റെ കൃത്യത പറഞ്ഞാൽ നന്നായിരുന്നു. ആളുകൾ ഇങ്ങനെ എവിടെ ക്യാമ്പിൽ ചെന്നാലും ചോദിക്കുന്നുണ്ട്, ആ മുടി എവിടുന്ന് കിട്ടിയതാണ്, എന്താ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഉസ്താദ് പുറത്താണ്, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, നിങ്ങൾ മൂപ്പരോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് വന്നിട്ട് ഞാൻ വിശദമായി ചോദിക്കാം, എന്നാലും ഇത് എവിടുന്ന് കിട്ടി, അതിന്റെ ഒരു കൃത്യമായൊരു എന്നാ വന്നത്, എന്താണ് ഈ സംഭവം, ഏത് രാജ്യത്തിനെ കൊണ്ടുവന്ന ഒരു കൃത്യമായ വിവരം പറഞ്ഞോളൂ, പ്രാഥമിക വിവരം പറഞ്ഞോളൂ ചോദിച്ചു. അവിടുത്തെ സ്ഥാപനത്തിന്റെ മാനേജറാണ്, കാന്തപുരത്തിന്റെ വലിയ മരുമകനുമാണ്, മകളെ ഭർത്താവുമാണ്. ഈ മർക്കസ് നടത്തുന്ന കാന്തപുരം ഈ മരുമകനും ഈ മകന്റെ അബ്ദുൽ ഹക്കീം 2-3 ആൾക്കാർ തറവാട്ട് സ്വത്ത് പോലെ നടത്തുന്നത്. ഞാനതൊന്നും കുറ്റപ്പെടുത്തല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കതിനെ കുറിച്ച് അറിയില്ല, അത് നിങ്ങൾ മൂപ്പര് വന്നിട്ട് ചോദിച്ചോളി. ഞാൻ എന്നാലും അതിന്റെ ചെറിയൊരു വിവരം പറഞ്ഞൂടെ, കിട്ടിയത് എവിടുന്നാണ്, അത് ബോംബെന്നോ ഗുജറാത്തിനോ എവിടുന്നോ കൊണ്ടുവന്നാണ്, എനിക്കതിനെ പറ്റിയാൽ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയായിരുന്നു. അപ്പൊ മരുവനെ വിശ്വാസമല്ല, നമുക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഇപ്പൊ സംശയം വർദ്ധിക്കുക ചെയ്ത്. പിന്നെ ഇദ്ദേഹവുമായി നേരിട്ട് ടെലിഫോൺ സംഭാഷണം നടത്തി വളരെ കൃത്യമായി അദ്ദേഹത്തിന് ഒരു വിശദീകരണം നൽകാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി. പിന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ചുള്ളിക്കോട് സക്കാഫി എന്ന് പറയും, അയാൾ മുഖേന മധ്യസ്ഥ ചർച്ചയ്ക്ക് ഒരുക്കി. കാരണം പുറത്തറിയിക്കേണ്ട കേസല്ല, ഇത് വലിയ വിഷയമാണ്. അപ്പൊ നമുക്കൊന്ന് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ വല്ല വകുപ്പുണ്ടെങ്കിൽ ശരിവെച്ച് കൊടുക്കുക, ഇത് വിവാദാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചർച്ചയ്ക്ക് കളമൊരുങ്ങി. അവസാന ഘട്ടത്തിൽ കാന്തപുരത്തിന്റെ സ്ഥിരം ശൈലി, അയാൾ അവസാനം ഉപാധി വെച്ചു. ഉപാധി ഇല്ലാതെ ചർച്ചയ്ക്ക് കള ഒരുങ്ങിയിരുന്നത് ഒരു തങ്ങൾ മധ്യസ്ഥനായി ഡോക്ടർ ചുള്ളിക്കോട് സക്കാഫിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുൻകൈയെടുത്ത് ചർച്ചയ്ക്കുള്ള കളർക്ക് മേശക്ക് ചുറ്റും ഇതൊന്നും പുറത്തറിയില്ല.
അവസാനമാണ് പറഞ്ഞ മറുപടി ഒക്കെ നമ്മൾ തയ്യാറാവുന്ന കണ്ടപ്പോ, ഇവരുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കണമെങ്കിൽ അവരെനിക്കെതിരെ പല കാസറ്റും ഇറക്കിയ ആൾക്കാരാ, പ്രസംഗിച്ച ആൾക്കാരാ. അപ്പൊ വിപണിയിൽ എനിക്കെതിരെ പ്രസംഗിച്ച കാസറ്റുകളുണ്ട്. ആ കാസറ്റുകളൊക്കെ പിൻവലിച്ചു എന്ന് പത്രപരസ്യം കൊടുത്താലേ അവരെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ മധ്യസ്ഥന്മാരോട് പറഞ്ഞത് എന്ത് നീതിയാ? നമ്മുടെ ഉസ്താദുമാർക്കെതിരെ എത്ര മോശമായ കാസറ്റുകൾ വിപണിയിൽ ഇറക്കി, അതൊക്കെ പിൻവലിച്ചിട്ട് ഈ വിഷയത്തിൽ ചർച്ച എടുക്കുമോ? മധ്യസ്ഥന്മാർ പോലും നിരാശരായി. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നിടത്ത കാര്യം നമ്മൾ ആ ചർച്ച കൊടുക്കുന്നു. ഇങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഈ ഗൗരവകരമായ വിഷയം പഠിച്ച് ബോധ്യപ്പെട്ട് ഇത് 100% തങ്ങളുടെ പേരിൽ കള്ളക്കളി കളിച്ചതാണ്, ഇവർക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ, ഇവർക്ക് പണം വാരാൻ, പണം കൊയ്യാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെയാണ് അതിനെതിരെയുള്ള സമര പരമ്പരകൾക്ക് തുടക്കം കുറിച്ചത്. ഒരു സത്യം പറയട്ടെ, തീർത്തും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അതിന് തുടക്കം കുറിച്ചത്. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുവിന്റെ ആത്മീയമായ പിൻബലം, സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വിജയകരമായി മുന്നോട്ട് പോകും. ആ അർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയാൽ ഇത് തങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് സ്ഥിരീകരിക്കുന്ന എല്ലാവിധ തെളിവുകളും നിലവിൽ ലഭ്യമാണ്. ഇത് ചർച്ചക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തപ്പോൾ ഇവർ ഇത് യാഥാർത്ഥ്യമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിനിടയിൽ അവതരിപ്പിച്ച കള്ള സ്വപ്നകഥകളും കള്ള പ്രസ്താവനകളും ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ, അവർ ഉദ്ധരിച്ച പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരക്കെ കേട്ടതാ. എന്തൊക്കെ കള്ളങ്ങൾ അവർ പറഞ്ഞു നിരത്തിയിട്ടുള്ളത്. അള്ളാന്റെ അടുത്തേക്ക് വരെ കാന്തപുരത്തിന് എത്തിച്ചു. അള്ളാഹ് കാന്തപുരം ഉസ്താദ് അറിയാം അള്ളാഹുത്തിലൊന്നും ചെയ്യൂല, അതുവരെ ഇവർ പറഞ്ഞു. എന്നാ പറഞ്ഞാ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ പറയേണ്ടത് അടവുകേടാണ്, മോശമാണെന്ന് പറയണ്ടേ? മുർത്തദ്ദാവെന്ന് പറയണ്ട. മറിച്ച് അതിന് പിന്നെ വിശദീകരണം. എന്താ അങ്ങനെ പറഞ്ഞാല് കുഞ്ഞാടി സാഹിബ് അറിയാതെ മുസ്ലിം ലീഗൊന്നും നടക്കൂല എന്ന് പറയാറില്ലേ? ഇത് മറുപടി ഇതിനാ. അപ്പൊ ന്യായീകരിക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് മുസ്ലിം ലീഗിലെ കാര്യങ്ങൾ എത്രമാത്രം അറിയും, അതുപോലെ ഈ ലോകത്തെ കാര്യങ്ങൾ കാന്തപുരം ഉസ്താദിന് അറിയുന്ന സ്ഥാപിക്കണം. അല്ലാതെ പോലെ അറിയുന്നു. ഈ തരത്തിൽ ഒരു നിലയിലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധിക്കാത്ത വാദഗതികളുമായി, തെളിവുകളുമായി, ദുർബലമായ വാദഗതികളുമായി, കള്ളക്കഥകളുമായി രംഗത്ത് വന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പുണ്യം കൊണ്ട് അതിനൊക്കെ കേരളീയ മുസ്ലിം മക്കൾ ചെറുത്തു തോൽപ്പിച്ചു. അവസാനം ഇത് വ്യാജമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു. ഇന്ന് കാന്തപുരത്തിന്റെ മുടി ഒറിജിനലാണെന്ന് പറയാൻ തയ്യാറുള്ള ആളുകളെ പുറത്ത് കാണാത്തതുപോലെ അകത്തും പരസ്യമായി പറയാൻ ആളുകളില്ലാത്ത ധന്യമായ ചിത്രം നിലനിന്നിട്ടുണ്ട്. ഉള്ളിൽ പോലും ആളുകൾ ശരിവെക്കാൻ തയ്യാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ ലാസ്റ്റ് സമാധാനത്തിന് വേണ്ടി അവർ പറഞ്ഞു നടക്കുക. എന്നാലും എന്താ, ഷാറൂബാറക്കിന്റെ ചർച്ച വന്നതുകൊണ്ട് ബറക്കത്തുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിക്ക് പുണ്യുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും വഹാബിക്കും മൗദൂദിക്കും ഒക്കെ മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഈ മുടിന്റെ കാര്യം അത് ഒറിജിനൽ ആണോ അല്ലേ, അങ്ങനെ ചെറിയൊരു സംശയം ബാക്കിയുള്ളൂ. ഇപ്പൊ സമാധാനത്തിന് അതാ പറഞ്ഞത്, അതാണ് ചെറിയ സംശയമാണത്രേ. നോക്കി അവർ പറയുന്നത്. ഒരു മഹാസേവനം കൂടി ചെയ്തിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തേതാണെങ്കിൽ ബറക്കത്തുണ്ട്. അത് സൂക്ഷിക്കണം, സ്നേഹിക്കണം, സേവിക്കണം, കൊണ്ടു നടക്കണം. വെള്ളത്തിലിട്ടാൽ ആ വെള്ളത്തിൽ ബറക്കത്തുണ്ട് എന്ന് കേരളത്തിലെ മുസ്ലിംകളിലെ എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ചെറിയൊരു സംശയമേ ബാക്കിയുള്ളൂ. ആണോ അല്ലേ? അത്രമാത്രം. അവ ചെറിയൊരു സംശയം ബാക്കിയുള്ളൂ. ഇത് മുടി ഒറിജിനലാണോ അല്ല അങ്ങനെ സംശയം നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ശരിയായി. എന്ത് ബാക്കി ശരിയായി? ബുഖാരിയുള്ള ഹദീസല്ല ഇത് ബർക്കത്തുണ്ട് എന്നുള്ള കാര്യം. ലോകത്താർക്കാ തർക്കമുള്ളത്? ആർക്കാ സംശയമുള്ളത്? ആ വിധാനത്തിലേക്ക് അവരെ പ്രസംഗകർ പോലും ഇറങ്ങി വരേണ്ടി വന്നു. എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടു. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിലുണ്ടല്ലോ സത്യസന്ധരായ ആളുകൾ. കുറെ ആൾക്കാർ കാന്തപുരം ഗ്രൂപ്പിന്റെ കൂടെ കൂടിയത് കാന്തപുരം തരികിടെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല. ഇയാൾ ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്, ഇയാളാണ് സത്യസന്ധെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി ഒപ്പം കൂടിയ സാധു ജനങ്ങളുണ്ട്. ആ കൂടെ ചെറുപ്പക്കാരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട സുഹൃത്താണ് ജിഷാൻ എന്ന് പറഞ്ഞ സുഹൃത്ത്.
കാന്തപുരം ഗ്രൂപ്പിന്റെ ഇന്റർനെറ്റ് ക്ലാസ് റൂമിന്റെ പ്രമുഖ അവതാരകനായ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവരെല്ലാ ആളുകളുമായി നല്ല ബന്ധമാണ്. നല്ല ബന്ധം എന്നാൽ ഒരുവിധ ആൾക്കാർക്കൊന്നും അവരുടെ നേതാക്കന്മാരെ ഫോൺ ചെയ്താൽ കിട്ടില്ല. നമ്മുടെ നേതാക്കന്മാരെ പോലെ ഫോണൊക്കെ എടുക്കാൻ സെക്രട്ടറിമാരുണ്ട്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കൊടുക്കണേ കുറച്ച് പണിയാ. ഇത് ഈ കുട്ടിക്ക് ചെറുപ്പക്കാരന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് സമയം കാന്തപുരത്തിന് വിളിച്ചാൽ കിട്ടും, ഏത് സമയം പൊന്മണ്ണ വിളിച്ചാൽ കിട്ടും, ഏത് സമയം ഉള്ളാൾത്തങ്ങൾ വിളിച്ചാൽ കിട്ടും, ഏത് സമയം പേരൊന്ന് വിളിച്ചാൽ കിട്ടും. എല്ലാം ഇവരാ. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പാണ് ഈ ചെറുപ്പക്കാരന്റെ നിക്കാഹ് കഴിഞ്ഞത്. നിക്കാഹ് നടത്തിക്കൊട്ട് പേരോടാ. നിക്കാഹിന് ദുആ ചെയ്തത് അവര് മുഷാവറമ്പർ കുമറമ്പത്ത് അലി മുസ്ലിയാർ മറ്റോ അങ്ങനത്തെ ഒരാളാണ്. ഇവരുമായി ഒക്കെ നല്ല ബന്ധം, എപ്പോഴും ലൈവായി ബന്ധം പുലർത്തുന്ന ഈ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇറങ്ങി തിരിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെയാണ് സത്യമെങ്കിൽ ഇതിന് മറുപടി ക്ലിയർ ആകുന്നില്ലല്ലോ. ഇത് ഈ മുടി ഒറിജിനലാണോ നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. പ്രത്യേകിച്ചും കാന്തപുരം മുടി കൊണ്ടുവന്നത് ബോംബെയിലെ ഇക്ബാൽ ജാലിയാവാലയിൽ നിന്നാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. ആ മുടി വ്യാജമാണ് നമ്മൾ സ്ഥിരീകരിച്ചു കൊടുത്തു. ഇത് കണ്ണുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ 7 മുടി കൊണ്ടുവന്നു. ആ 7 മുടികൾ കൊണ്ടുവന്നിട്ട് ഒന്ന് നമ്മൾ കത്തിച്ചു നോക്കി. അത് കത്തുന്നുണ്ട്. നിഴലുണ്ടോ നോക്കി, നിഴലുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ട ശേഷം അള്ളാന്റെ റസൂലിന്റെ മുടിയാൽ ഉറപ്പിച്ചിട്ട് 100% ഉറച്ചാലും പിന്നീടല്ലോ ഉറപ്പ്. ആ ഉറപ്പിച്ചിട്ട് കോഴിക്കോട് ജൂബിലി ഹാളിൽ എക്സിബിഷൻ വെച്ചു. ആർക്കും വന്ന് കാണാൻ റസൂലിന്റെ മുടിയാ നോക്കിക്കോ, നിഴലുണ്ടോ നോക്കി ടോർച്ചടിച്ച് അങ്ങനെ നോക്കിപ്പോയി ഏൽപ്പിക്കാര് വരിക്ക് ക്യൂ നിൽക്കായിരുന്നു. എല്ലാവരും നോക്കി ഉറപ്പാക്കി. പത്രമാധ്യമങ്ങൾ ഇത് ബോധ്യപ്പെട്ടു. ചാനലുകൾ സംപ്രേഷണം ചെയ്തു. ഇത് നിഴലിലെ മുടിയാ ഉറപ്പിച്ചു. കാന്തപുരം പറഞ്ഞു, ഞാൻ എവിടുന്നാണോ മുടി കൊടുന്നത് അവിടുന്ന് തന്നെ ഇവരും മുടി കൊടുത്തത്, ഈ മുടി ഒറിജിനലാണെന്ന് കാന്തപുരം സമ്മതിച്ചു. ഇങ്ങനെ പ്രകടമായി കാര്യം ബോധ്യപ്പെട്ടപ്പോ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്റർനെറ്റ് ക്ലാസ് റൂമിലെ പ്രമുഖ അവതാരകനും സംഘാടകനുമായ ജിഷാൻ മാഹി എന്ന് പറയുന്ന സുഹൃത്ത് നേതൃത്വത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്നപ്പോ ഈ മുടി അങ്ങനെ തന്നെ നമുക്കൊന്ന് ഉറപ്പാക്കണം, അന്വേഷിക്കാതെ ശരിയാവില്ല. റസൂലുള്ളാഹിന്റെ വിഷയമല്ലേ, വേറെ കാര്യങ്ങളെ പോലല്ലോ. അവരുടെ വികാരം ഉണർന്നു. അവർ ബോംബെയിൽ ഖത്തറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ചെന്നു. നേരത്തെ കാന്തപുരത്തിന് ഇക്ബാൽ ജാലിയാവാൽ നിന്ന് മുടി കൊടുത്ത ആരിഫ് ബറക്കാത്തി എന്ന കുട്ടിയുണ്ട്. ആരിഫ് ബറക്കാത്തി എന്ന കുട്ടിയുടെ പ്രത്യേകത എങ്ങനെ മുടി കിട്ടിയെന്നാണ് ഇവർ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോ നമുക്കതിന് ഉള്ളറകൾ നേരത്തെ അറിയില്ലോ. ഇപ്പൊ ഇതൊക്കെ പോകുന്ന ആൾക്കാരാ പറയുന്നത്. ആരിഫ് ബറക്കാത്തി എന്ന ഉത്തരേന്ത്യയിൽ നിന്ന് മർക്കസിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. ആ കുട്ടി അവിടെ വന്നിട്ട് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കുട്ടിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. വേണ്ട എന്റെ അടുത്ത് നബി തങ്ങളെ മുടി ഉണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്റെ വാപ്പ ദുബൈയിൽ നിന്ന് കൊടുന്നിട്ട് ഒരു സാധനം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പെന്നൊക്കെ പുതിയ പെണ്ണ് കാണിച്ചു കൊടുക്കാൻ മുടി ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അത് ക്ലാസ് റൂമിൽ ചർച്ചയായി. അപ്പൊ ആരോ കാന്തപുരം ഉസ്താദിനോട് ചെന്ന് പറഞ്ഞു, ഉസ്താദിനെ ആരിഫിനെ വിളിപ്പിച്ചു. എവിടുന്നാണ് എനിക്ക് ഈ മുടി ചോദിച്ചു. എനിക്കിനെ ബോംബെയിൽ നിന്ന് കിട്ടിയാണ് പറഞ്ഞു. ഇനി കിട്ടുമോ ചോദിച്ചു. ഇനിയും കിട്ടാൻ സാധ്യതയുണ്ടെന്നു. എന്നാ വേഗം പോയിക്കോ, കുറച്ച് എനിക്കും കൊണ്ടുപോകാറുണ്ട്. ആരിഫ് ബറക്കാത്തി പോയി മൂപ്പർ ചെന്നിട്ട് 3 മുടി വാങ്ങിക്കൊണ്ടുകൊടുത്തു. അവിടെ സിമ്പിളായ വിഷയം. കാന്തപുരം അതാണ് ഈ മുടിയായി സൂക്ഷിച്ചു വെച്ചത്. അപ്പൊ ഈ ആരിഫ് ബറക്കാത്തിന് നമുക്ക് ബന്ധപ്പെടാൻ പ്രയാസമുള്ളൂ. ഈ ജിഷാൻ മാഹിക്ക് ബന്ധപ്പെടാൻ സാധിക്കുമല്ലോ, ഇവരെ ഗ്രൂപ്പിന് ബന്ധപ്പെടാൻ സാധിക്കുമല്ലോ. അവർ ഈ ആരിഫ് ബറക്കാത്തിനെ ബന്ധപ്പെട്ട് നേരത്തെ അപ്പോയിന്റ്മെന്റ് ടൈമൊക്കെ നിശ്ചയിച്ച് ബോംബെയിൽ ജിഷാൻ മാഹിയും ഗ്രൂപ്പും ഇന്ന ദിവസം എത്തുമെന്ന് പറഞ്ഞ് ഇക്ബാൽ ജാലിയാവാലയെ പോയി കാണാനും മുടി സംഘടിപ്പിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും പരിശോധിക്കാനും തീരുമാനാക്കി. ആരിഫ് ബറക്കാത്തി ഡേറ്റ് കൊടുത്തു. ഇവർ ഖത്തറിന് ഫ്ലൈറ്റിൽ ഇറങ്ങി. ചെന്നിട്ട് ബോംബെയിലെത്തി റൂമെടുത്ത് ഈ ആരിഫ് ബറക്കാത്തിനെ ടെലിഫോൺ ചെയ്തു. ആരിഫ് ബറക്കാത്തി ഞാനിങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഇതാ ബോംബെയിലെത്തി, എവിടെ നിങ്ങളുള്ളത്? അല്ലോ ഞാൻ നാഗ്പൂരിലാണല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നാഗ്പൂരിലോ? നിങ്ങളെ സമയം കഴിഞ്ഞിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്? ബോംബെയിൽ വന്നിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാ? അപ്പൊ ഇയാളെ സംസാരത്തിലൊക്കെ ഒഴിഞ്ഞുമാറ്റാണ്. ഇതൊക്കെ നേരത്തെ ഇവർ മണത്തറിഞ്ഞ്, കാരണം ഇവർ ചർച്ചയ്ക്ക് വെച്ചപ്പോ ഗുലുമാരാണ്, ആരെ അങ്ങോട്ട് കടത്തിവിടുന്ന പരിപാടി, കാരണം ഇത് പൊളിഞ്ഞു പോകൂലേ. അങ്ങനെ ഇയാൾ നിരാശനായി. അവസാനം എന്ത് ചെയ്തു? അവിടെ ഇവരുടെ തന്നെ ഒരു പള്ളിയിലെ ഇമാമുണ്ട്, ബഷീർ ബാക്കവി. ഈ ബഷീർ ബാക്കവിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാന്ന് വെച്ചു. അതിനിടയിൽ ഈ മുടിയെക്കുറിച്ച് പ്രാഥമികമായ ചില അന്വേഷണങ്ങൾ നടത്തി വെച്ചിരുന്നു. ബോംബെക്കാട് പോകാൻ റെഡിയാവുമ്പോ ഈ മുടിനെ കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയാൻ സാധ്യതയുള്ള കാന്തപുരം കഴിഞ്ഞാൽ പിന്നെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവുമല്ലോ. കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്നത് ചുള്ളിക്കോട് സക്കാഫി എന്നുള്ള സക്കാഫിയ മർക്കസിലെ പ്രധാന ഉസ്താദും കാന്തപുരത്തിന്റെ വലം കയ്യും. കാന്തപുരം ഗൾഫിലേക്ക് പോകുമ്പോ ഒപ്പുണ്ടാവും. ഏത്
വിദേശ ആര് മന്ത്രിമാർ വന്നും ഗസ്റ്റുകൾ വന്നും അതൊക്കെ കൈകാര്യം കാന്തപുരത്തിന്റെ ഒപ്പത്തിനൊപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ആളായി ചുള്ളിക്കോട് സഖാഫി, എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്ന വ്യക്തി. അപ്പൊ സത്യം ഇയാൾക്കറിയാലോ വെച്ചാൽ ഇയാളെ വിളിച്ചു ചുള്ളിക്കോട് സഖാഫിനെ. ജിഷാൻ മാഹിയാണ് ആ പറഞ്ഞാൽ അറിയാലോ, ഇയാൾ കൂടുതലുള്ള ആൾക്കാരും അറിയാലോ. അല്ല, ഞാനൊരു സത്യം ചോദിക്കട്ടെ ചുള്ളിക്കോട് സഖാഫി, ഈ സത്യം പറഞ്ഞാല് ഞാൻ ഒറ്റ കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞിരണം. ആദ്യം എനിക്കറിയേണ്ട കുറെ സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവിടെ എത്ര മുടിയാണുള്ളത് എനിക്ക് അറിയണം. ചിലർക്ക് 2 ചിലർക്ക് 3 ചിലർക്ക് 4 ചിലപ്പോൾ കാന്തപുരം ഒരു കഷ്ണം മുടി വേണ്ട, അങ്ങക്ക് എന്താ കുഴപ്പം, ഇങ്ങനൊക്കെ പറയുന്നുണ്ട്. എത്ര മുടി അവിടെ ഉണ്ട്? റസൂലുള്ളാഹിന്റെ മുടിയല്ലേ, വളരെ കൃത്യമായ വിവരം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇയാൾ പറയാണ് ചുള്ളിക്കോട് സഖാഫി, ജിഷാനെ നമ്മൾ തമ്മിലായതുകൊണ്ട് പറയാം, സത്യം പറഞ്ഞാല് എത്ര മുടിയാണെന്ന് എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. ആ മൂപ്പർക്ക് അതിൽ വിശ്വാസമല്ല. ആ വാഗിന്നെ മനസ്സിലാക്കാൻ ഒരു വട്ടം പോയി നോക്കിയാണ് എത്ര മുടി ഉണ്ടെന്ന് അറിയാലോ. ഈ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ശരീരത്തിലെ ആ പാവനമായ ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ബാധ്യസ്ഥമായ റസൂലുള്ളാഹിന്റെ തിരുകേശമാണ് ഇവിടെ എത്തിയതെങ്കിൽ എന്തായാലും ഇയാൾക്കറിയുമല്ലോ എത്ര മുടിയാണെന്ന്. പക്ഷേ അയാൾക്ക് പോലും അറിയില്ല എന്ന് അയാൾ പച്ചയായി തുറന്നു പറയാം. നോക്കുന്നത് അങ്ങനെ ഷെയ്ഖ് സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഷാർ മുബാറക്ക് മർക്കസിൽ എത്രയാണ് ഉസ്താദ് ഉള്ളത്? ഉസ്താദിന്റെ മറുപടി, സത്യം പറഞ്ഞാൽ ജിഷാനെ മർക്കസിൽ എത്ര മുടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് എത്രയാ ഉള്ളതെന്ന് ഞാനിതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ പര്യടനത്തിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാമായ അവിടെ ഊണും ഉറക്കവും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ ഷാർ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. ഇത് വലിയൊരു പോരാട്ടമാണ്. നല്ല നീയത്ത് വെച്ച് നിങ്ങൾ ആവശ്യമായ സംഭാവന ചെയ്തു കൊടുത്തോ. നമ്മുടെ സംഘാടകർക്ക് ഈ പ്രവർത്തന പരിപാടികളുമായി ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കണം. കാന്തപുരത്തിന്റെ കൈവശമുള്ള ഈ വ്യാജമുടി പൂർണ്ണമായും വടിച്ച് കളയും വരെ ഈ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആവശ്യമായ സഹായങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണം. നോക്ക് നിങ്ങൾ, ഈ സഖാഫി അയാൾ പച്ചയായി പറഞ്ഞ യാഥാർത്ഥ്യം ആൾ നിഷേധിക്കൂല. കാരണം നിഷേധിക്കാതിരിക്കാനുള്ള കാരണം വെച്ചാൽ ഇയാൾ പറഞ്ഞ അതുപോലെ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ ജിഷാൻ. ഇയാൾക്ക് നിഷേധിക്കാൻ, ഇവർ ഈ പറയുന്ന ഒരു കാര്യവും നിഷേധിക്കാൻ കഴിയില്ല. അവിടെ സത്യം സർവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒക്കെ റെക്കോർഡാക്കിയിട്ടുണ്ട്. ഒരു നിലക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അറിയില്ല എത്ര മുടിയുണ്ട്. അപ്പൊ ഈ ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. എന്നാൽ മർക്കസിൽ കാന്തപുരം കഴിഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ് ചെറിയ എ പി ഉസ്താദ്. വലിയ പി മൂപ്പര്, ചെറിയ എ പി വേറെ എ പി ഉസ്താദുണ്ട്. ഈ എ പി ഉസ്താദിനോട് വിളിച്ചു. പിന്നെ ഇവർ തമ്മിൽ സംഭാഷണം നടത്തുക. ഇവരെ പ്രധാനപ്പെട്ട പ്രവർത്തകർ കൂടി ഒന്ന് ചർച്ച ചെയ്യുക. എല്ലാ ചർച്ചയും റെക്കോർഡാക്കിയിട്ട് കഴിഞ്ഞ 2-3 വർഷക്കാലം ഇവരുടെ സംഘടനയുടെ ഉള്ളിൽ നടന്ന എല്ലാ ചർച്ചകളും റെക്കോർഡാക്കി ഒക്കെ വീഡിയോയിലും ഓഡിയോയിലും കൃത്യമായി രേഖപ്പെടുത്തി അതൊക്കെ നമുക്ക് അള്ളാഹുവിടെ എത്തിച്ചു നിൽക്കുകയാണ്. വല്ലാത്തൊരു അജായിബ്. അത് റസൂലുള്ളാഹിന്റെ ഇടപെടലാ. 2-3 ഒരു സംഘടന ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാകുമോ? ഒരു സംഘടനയുടെ ഉള്ളിൽ നടന്ന എല്ലാ ചർച്ചയും ഒപ്പിയെടുക്കുക, എന്നിട്ട് അതേപടി നമ്മുടെ നേരെ അവരുടെ ശത്രുക്കൾക്ക് കൈമാറിത്തരാം. ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ദിവസങ്ങളോളം ഇവർ റെക്കോർഡിട്ടാൽ തീരൂല. ഇത് സീഡികളുടെ പരമ്പരയാക്കി ഇറക്കണോ നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രമാത്രം നീണ്ട സംഭാഷണങ്ങളുടെ കള്ളക്കഥകൾ പുറത്തറിയിക്കുന്ന വിശദമായ റെക്കോർഡിങ്ങൾ, വീഡിയോ, ഓഡിയോ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ചെറിയ പുസ്തകമറിയോ മൂപ്പർക്ക് കുറയ്ക്കുക. അവരുടെ ചർച്ച ഇങ്ങനെ നടത്തുക ഉള്ളില്. അല്ല, അപ്പൊ നമ്മള് മർക്കസില് ഉള്ള മുടിപ്പ് നമ്മൾ ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ പറയാ. അപ്പൊ ചെറിയ എ പി മറുപടി പറയാ, എന്തിനാ അപ്പൊ നിങ്ങൾ ഇത്ര ബേജാറാണ്? കാന്തപുസ്താദ് പെരയ്ക്കൊന്നും മുടി കൊണ്ടുപോകണില്ലല്ലോ. ഒന്ന് മർക്കസിൽ വെക്കും, ഒന്ന് ഷാറകുമാർക്ക് മസ്ജിദിലും വെക്കും. അപ്പൊ ജനങ്ങൾക്ക് തന്നെയല്ല ഉപകാരം, ഉസ്താദിന് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്നുള്ളത്. അപ്പൊ 2 കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കാണ്, ശിഷ്യന്മാരാണ് അവിടുത്തെ ഉയർന്ന നേതാക്കന്മാരാ, ചോദിക്കാണ്, അല്ല ഉസ്താദേ അപ്പൊ 2 കൂടിയുള്ളൂ മർക്കസിൽ, 3 ഇല്ലേ? 2 or 3 എത്രയെങ്കിലും ആവട്ടെ, മൂപ്പർക്കും സംഭവം അറിയില്ല. നോക്ക്, നിങ്ങൾ പറഞ്ഞു ചിരിക്കുക പരസ്പരം, അവരെന്നെ ചർച്ച ചെയ്തിട്ട്.
ചെറിയ പ്രശ്നം പറഞ്ഞ് നമ്മള് ചേരാമ്പാർക്ക് പള്ളികൾ ഉണ്ടാക്കുന്നത് ഓരെന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? നമുക്ക് കിട്ടിയ 2 ഷെയറില് ഒരു ഷെയർ മർക്കസിലും വെക്കും, ഒരു ഷെയർ ചേരാമ്പാർക്ക് പള്ളിയിലും വെക്കും. അത് ഏക്കിസ്ഥാനിന്റെ പെരീക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ഷെയറാ മർക്കസിലും? അപ്പൊ ചെറിയ കിസ്താന് 5 ഷെയർ വേണം. അപ്പൊ കിസ്താൻ 3 2 3 എത്ര ആവട്ടെ എന്നോട് പറഞ്ഞു. സമതന്നരില്ലേ, സമതന്നരി സ്റ്റേജ് മൊത്തം അതേ ശൈലിയില് അതിലൊന്നും കൊണ്ടുവന്നിരുന്നില്ല, അതേ ശൈലിയിലേ. അപ്പൊ മർക്കസിലുള്ള ഉസ്താദന്മാർക്ക് അവിടെ എത്ര ചേരണ്ടെന്ന് അറിയില്ല. ഇതാരാണ് ഈ ചർച്ച അവതരിപ്പിക്കണതോ? ഇതൊന്നും സാധാരണക്കാരല്ല. ഏലംകുളം സക്കാഫി എന്നവര് വലിയൊരു പ്രധാന പ്രസംഗമാണ്. ഇതൊക്കെ ഷാറു മുബാറക്കാരന് നടന്ന് പ്രസംഗിച്ചത് മഹാനാ. അയാൾ വേറെ പറയുന്നുണ്ട്, എന്റെ അമ്മോഷനോട് അതിന് ബാക്കിൽ നടക്കേണ്ടതുണ്ട്, അത് ശരിയല്ല, മുടി ഒറിജിനലാറുണ്ട്. അമ്മോഷൻ ആരാന്നോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. ഒക്കെ എതിരാ. ഇതിന്റെ വിശദമായ രൂപങ്ങൾ പുറത്തു വരാനിരിക്കുക. ഇതെല്ലാം ഇവർ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അയാളും ഇയാളുമാണ് സംസാരിച്ചുകൊണ്ട് ഇപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരവരാർക്കും എത്ര മുടി, അപ്പോ മർക്കസിലെ ഉസ്താദ്മാർക്കും എത്ര മുടി അവിടെ ഉള്ളതെന്ന് അറിയില്ല. ഇത് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ ഈ ജിഷാൻ മാഹി സംഘത്തിന് മനസ്സിലായി ഇത് സംഭവം പ്രശ്നം തന്നെയാണ്, നമ്മളൊക്കെ പറയുന്നതാണ് ശരി എന്ന് ഏകദേശ ധാരണ വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു വെച്ചാല് കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നേരത്തെ ജോലി ചെയ്തിരുന്ന സാലിഹ് സക്കാഫി എന്നുള്ള ഒരാളുണ്ട്, ഇപ്പൊ ന്യൂസിലൻഡിലാ. ഇയാൾ എല്ലാവരും ലൈവ് ബന്ധ. ഈ സാലിഹ് സക്കാഫി ഇപ്പൊ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. കാരന്തൂർ വിഭാഗം മുതലക്കുളം സമ്മേളനം നടത്തുന്ന സമയത്ത് ആൾ നാട്ടിലുണ്ട്, ന്യൂസിലാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു വിധം അവർ ശ്രമിച്ചു നോക്കി. സാലിഹ് സക്കാഫി ഇങ്ങളെ പറ്റി പറഞ്ഞ ഒന്ന് വന്ന് തിരുത്തി തരണം. അയാൾ പറഞ്ഞ കാര്യം തിരുത്താൻ കഴിയില്ല. ഉള്ള കാര്യമില്ലേ, എങ്ങനെ തിരുത്താം? ഞങ്ങൾക്കെതിരെ പരമാവധി പ്രസംഗിക്കാതിരിക്കാൻ നോക്കാം, പക്ഷെ എനിക്ക് പറഞ്ഞ സത്യം നിഷേധിക്കാൻ കഴിയില്ല. സാലിഹ് സക്കാഫി നാട്ടിലുണ്ട്, വല്ലപ്പുഴക്കാരനാണ്. ഈ സാലിഹ് സക്കാഫിയാണ് നേരത്തെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഇതുപോലെ ചുള്ളിക്കോട് സക്കാഫിയെ പോലെ കാന്തപുരത്തിന്റെ വിദേശയാത്രകൾ അനുഗമിക്കുകയും കാന്തപുരത്തിന്റെ അടുക്ക് ഗസ്റ്റുകൾ, മന്ത്രിമാര്, അറബികൾ ഒക്കെ പ്രതിനിധികളൊക്കെ വരുമ്പോ അവരൊക്കെ സ്വീകരിക്കുന്ന ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നതാണ് ആ സാലിഹ് സക്കാഫി. ഈ സാലിഹ് സക്കാഫിനോട് സത്യസന്ധമായി, കാരണം ഇത് കുറെ കൊല്ലങ്ങൾക്ക് മുന്നല്ല ഒന്നാമടി വന്നിട്ടല്ലോ, അയാളോട് ജിഷാൻ മാഹി വിളിച്ചിട്ട് ചോദിച്ചു, വിശദമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ സാലിഹ് സക്കാഫി നിങ്ങൾ ഞാൻ തുറന്നു ചോദിക്കട്ടെ, ഞാൻ പഠിച്ചറിഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ആ മുടിക്ക് ഒരു പരമ്പര കൃത്രിമമായ സനത് ഉണ്ടാക്കിയതല്ലേ, ശരിക്കില്ലാത്ത സനത് ഉണ്ടാക്കിയതല്ലേ, എന്നോട് സത്യം പറയുമോ എന്ന് ചോദിച്ചു. വളരെ പച്ചയായ അവിടെ സനത് ഉണ്ടാക്കിയതാണ്. ഇവരെ ചരിത്രം കൃത്യമായി പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് കാന്തപുരത്തിന് കൈവശമുള്ള ഈ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മുടി 3 മുടിയാണ് ആരിഫറക്കാത്തി കൊണ്ടുവന്ന് കൊടുത്തത്. ആ 3 മുടി അറബികളൊക്കെ വരുമ്പോ അങ്ങനെ കാണിച്ചു കൊടുക്കും. അറബിക്ക് ഭയങ്കര കൗതുക. ഒരു അറബി, കാര്യമായ അറബി, അബുദാബിക്കാരൻ അറബി ഒന്ന് എനിക്ക് ചോദിച്ചു, 3 ഉണ്ടല്ലോ ഇവിടെ, എങ്ങനെ കാന്തപുരം ക്ഷമിക്കുക? ഒന്ന് മൂപ്പര് കൊടുക്കാൻ അമ്മാതിരി പൈസ അല്ലേ കൊടുക്കുന്നത്? അറബി കിട്ടിയത് അബുദാബി ചെന്ന അറബി മറ്റേ അറബിയോട് ഇങ്ങനെ പങ്കുവച്ചപ്പോ ആദ്യമീങ്ങളെ അറബി ചോദിച്ചു, അല്ല ഈ മുടിക്ക് സനത് ഉണ്ടോന്ന് ചോദിച്ചു. അവർക്ക് വിവരമുള്ള ആൾക്കാർ അവിടെയുണ്ടല്ലോ. സനതോ എന്താ ചോദിച്ചു. അല്ല ഈ മുടി റസൂലുള്ളാഹിന്റെ മുടി തെളിയിക്കാനുള്ള കൈമാറ്റ പരമ്പര വേണം, അതിന്റെ തെളിവ് അത് ചോദിച്ചു. അത് ഞാൻ വാങ്ങിയിട്ടില്ല, ഉണ്ടാവും, ഞാൻ വിളിക്കാറുണ്ട്. അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചു. കാന്തപുരത്തൊരു സനത് വേണം, സനത് ഉണ്ടോന്ന് ചോദിച്ചു. ഓ സനത് ഉണ്ടല്ലോ പറഞ്ഞു. ഉടനെ ചൂളാതെ മറുപടിയുള്ള കഴിവ് മുമ്പരിക്കുണ്ട്. പിന്നെ അവരിങ്ങനെ ആലോചിച്ചു, കാരന്തൂർ മർക്കസിൽ കാന്തപുരത്തിന്റെ അടുത്ത ഉസ്താദായി, സ്ഥാപനത്തിലെ പ്രധാന ഉസ്താദായി ജോലി ചെയ്യുന്ന, അവിടുന്ന് 1ാം റാങ്ക് കിട്ടിയ, അവിടെ തന്നെ ഉസ്താദായി നിയോഗിച്ച് കാന്തപുരം 1ാം റാങ്ക് കിട്ടിയിട്ട് റാഡോ വാച്ച് സമ്മാനമായി കൊടുത്ത അവിടുത്തെ ഉസ്താദാണ്, അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന ഉസ്താദാണ് മലയം മുഹമ്മദ്. അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് വന്നു. ഫസ്റ്റ് ആളെ വിളിച്ചു പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതാ, സക്കാഫി ഈ മുടിക്കൊരു സനത് ഉണ്ടാക്കണം, നബിയിലേക്ക് മുട്ടുന്ന പരമ്പര എഴുതിണ്ടാക്കിയോളൂ, ആവശ്യമുണ്ട്. അത് അപ്പൊ ഉസ്താദ് പറഞ്ഞതല്ലേ, പഠനേ റസൂലുള്ളാഹിക്ക് മുട്ടുന്ന പരമ്പര അങ്ങനെ റസൂലുള്ളാഹിന്റെ പേര് ഉണ്ടാക്കാൻ പറ്റുമോ? പേടിണ്ട്. എന്നാലും പെന്നും കടലാസുർത്തി ഞാൻ കുറെ ഇങ്ങനെ ഇരുന്ന് നോക്കി. ഒരാളിന്ന് കിട്ടി, അടുത്താളിന്ന് കിട്ടി, അടുത്താളിന്ന് കിട്ടി, ഇങ്ങനെ പോയി. എങ്ങനെ എഴുതിയാലും ഇന്ത്യ വിട്ട് മക്കത്തേക്ക് മകത്തേക്ക് എത്തേണ്ടത് ആ പരമ്പര എങ്ങനെ ചെന്ന് മുട്ടണം, എങ്ങനെ മുട്ടണില്ലായിരുന്നു.
മൂക്ക കടലാസ് ഇങ്ങനെ ചുരുട്ടിയിട്ട് അലമാരിന്റെ മുകളിൽ വെച്ചിട്ട് ഉസ്താദ് ഞാൻ വിജയിക്കുന്ന ശരിയാണില്ല ഒഴിഞ്ഞു മാറി. അതിൽ ഉസ്താദ് സാലിഹ് സക്കാഫിനെ വിളിച്ചത്, മലയമ്മ ശരിയാക്കില്ല, നീ ഒരു സനതുണ്ടായിക്കോ, എനിക്കൊരു പണി പറഞ്ഞുതരാ. ആ ഖാദിരിയ ത്വരീഖത്തിന്റെ സിൽസില എടുത്തല്ല. ഖാദിരിയ ത്വരീഖത്തിന് നബിയെ മുട്ട എളുപ്പമുള്ള പരമ്പരയുണ്ട്. അതിക്കൂടെ 3-4 പേരും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പരമ്പര അയക്കണം. എന്നാൽ സംഭവം എളുപ്പം നടക്കുന്നു, സ്പീഡ് വേണമെന്നു. സാലിഹ് സക്കാഫി അതിവിദഗ്ധമായിട്ട് എന്ത് ചെയ്തു, മൗലൂദിന്റെ ഏഴിലൊക്കെ ഉണ്ടല്ലോ ആ പരമ്പര, അത് എടുത്തിട്ട് വെച്ചിട്ട് അതിന്റെ അടിയിൽ 3-4 ആളെ പേര് ഫിറ്റ് ചെയ്തിട്ട് പരമ്പര റെഡിയാക്കി കാണിച്ചു കൊടുത്തു. നന്നായിട്ടുണ്ടാവും. കാന്തപുരം പുറത്ത് 2 കൊട്ട് അതെന്ത് ചെയ്തു, ടൈപ്പ് ചെയ്ത് റെഡിയാക്കി ഗ്ലാസ്സിലാക്കി അവിടെ ഒക്കെ പറഞ്ഞ അറബിക്ക് കോപ്പി മെയിൽ അയച്ചു കൊടുത്തു ചെയ്തു. ഇങ്ങനെയാണ് മലയമ്മ ഈ പിന്നെ ഉണ്ടാക്കിയത്. മലയമ്മ സഖാഫി പിന്നെ പുറത്തു പോന്നു. ഇതിന്റെ പേരിൽ അള്ളാനെ മാത്രം പേടിച്ചിട്ട് നാം മൂപ്പര് പറഞ്ഞത്, ഒരു സ്ഥാനമാനങ്ങളും മോഹിച്ചിട്ടല്ല, അവിടെ നിന്ന് അള്ളാന്റെ അദാബ് ഇറങ്ങുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം പുറത്തു പോന്നു. മലയമ്മ സഖാഫി അങ്ങനെ പുറത്തു പോന്നു. സാലിഹ് സഖാഫിയോ ആൾക്ക് മനസ്സാക്ഷി കുത്ത്, പടച്ചോനെ ഞാൻ ഇതേറ്റു ഇങ്ങനെ ഇരുന്നാല് ഞാനും കുറ്റക്കാരനാവൂലേ, ഞാൻ മലയമ്മ സഖാഫികളെ തുറന്നു പറഞ്ഞാൽ അത് വലിയ കുലുമാലാവും, തൽക്കാലം ഞാൻ രാജ്യം വിടാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്തു, ഇന്ത്യ വിട്ട് അടുത്തൊന്നും ഒരാളും എത്തിപ്പെടാത്ത ന്യൂസിലാൻഡിൽ പോയിട്ടാണ് ജോലി ചെയ്തത്. ഇവർക്കൊക്കെ മനസാക്ഷി കുത്തുണ്ട്. അപ്പൊ ഇയാളോട് ചോദിക്കാണ് ജിഷാൻ, സാലിഹ് സഖാഫി സത്യം പറഞ്ഞാൽ ഈ പരമ്പരകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാ ഞാൻ പറഞ്ഞ നിഷേധിക്കോന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറയാണ്, ജിഷാനെ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചത്, അഹോവിന് ഉത്തരം എന്നോടിപ്പോ എങ്ങനെ ഞാൻ നിഷേധിക്കുക, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല, ആ സത്യം ആൾ തുറന്നോട് പറയാണ് സാലിഹ് സഖാഫി, ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല നോക്കി. അദ്ദേഹം ചോദിച്ചു എന്താണ് ജിഷാനെന്ന്. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഈ തിരുകേശം സംബന്ധിച്ചൊരു സനത് അത് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉസ്താദ് നിഷേധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു വല്ലാതെ ചിരിച്ചിട്ട് എന്നോട് വെച്ചു, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണമോ? ഞാൻ പറഞ്ഞു, ഉസ്താദെ നമ്മളൊക്കെ ചോറാ തിന്നുന്നത്, കാരണം ഉസ്താദിനെ അന്ന് ആദ്യ ദിവസം വിളിച്ചത് മുതൽ എനിക്ക് സംശയത്തിന്റെ കണികളുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോ തൽക്കാലം ഇത് ആരോടും പരസ്യപ്പെടുത്താനൊന്നും പോകുന്നില്ല. കാരണം നമ്മളൊക്കെ മരിക്കണം എന്നുള്ള ബോധം ഉസ്താദിനുണ്ട്, എനിക്കുണ്ട്, ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഉസ്താദ് ഇനിയും എന്നോട് മറക്കേണ്ടതുണ്ടോ? ഉസ്താദിനെങ്കിലും ഈ വിഷയം സത്യസന്ധമായി പറഞ്ഞു തന്നുകൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ജിഷാനെ നീ ഇപ്പൊ ചോദിച്ചത് ഒരു ശുദ്ധ മനസ്സോടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഈ വിഷയം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കക്ഷികൾ, ഞാൻ എന്നിൽ നിന്ന് ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീർട്ടാൻ അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു കേരളത്തിൽ ഒരു വിവാദമുണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലൊരു വിവാദമുണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ നീ ചോദിച്ചതിൽ പല യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി, അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. കാരണം ഇത്ര സത്യസന്ധമായി വിഷയം അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ വിഷയം ഇന്നേ വരെ ഇത് എതിർക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദരേഖ പോലും അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയും അദ്ദേഹത്തിന്റെ ഈ കാന്തപുരം ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന നമ്മുടെ വിഭാഗം ഉള്ളാളുതങ്ങൾ, ബഹുമാനപ്പെട്ട ഉള്ളാളുതങ്ങൾ നയിക്കുന്ന ഈ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരാളോടും ഈ വിഷയം പങ്കുവെക്കാതെ ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ യാഥാർത്ഥ്യം നിങ്ങളെങ്കിലും അറിയണം എന്നുദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു തന്നപ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാതെ വയ്യ. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത നിലക്ക് അതിന്റെ ഞെട്ടിക്കുന്ന കഥകൾ കേട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പേരിൽ ഒരാൾ ഒരു കളവ് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിച്ചുകൊട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്ത സഹീഹുൽ ബുഖാരിയുടെ ഹദീസിലൂടെ, അതുപോലെ തന്നെ ഒട്ടനവധി ഹദീസിന്റെ കിതാബുകളിലൂടെ പഠിപ്പിച്ച ഒരു ആശയം, അതിന് ഘടകവിരുദ്ധമായി പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന അതുപോലെ അഭിമാനിക്കുന്ന ചില ആളുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത് ചേർത്തുകൊണ്ട് 40-ലധികം, ഏകദേശം 43-44 പണ്ഡിതന്മാരെ മഹത്തുക്കളായ പിന്നെ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒരു സനദ് ഇവിടെ നിർമ്മിച്ച കഥ ബഹുമാനപ്പെട്ട സാലിഹ് സഖാഫി പറഞ്ഞപ്പോ ഞെട്ടലോടെയാണ് ഈ പാവപ്പെട്ട ഞാൻ അത് കേട്ടത്. അന്ന് മുതൽ അൽഹംദുലില്ലാ അള്ളാഹുവിന് ഒരുപാട് നന്ദി ശുക്ർ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ വിഷയ സംബന്ധമായി ആരെയും മുണ്ടും മുറുക്കിക്കൊണ്ട് തന്നെ എന്തു തന്നെ സംഭവിച്ചാലും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുക്കുകയും അന്ന് മുതൽ വളരെ സീരിയസ് ആയി തന്നെ ഈ വിഷയത്തെ
കണ്ടുകൊണ്ട് സാലി സഖാഫി എന്നോട് അവതരിപ്പിച്ച കാര്യങ്ങൾ അത് വളരെ ബൃഹത്തായ കാര്യമാണ്, വളരെ വിശാലമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഇതിന്റെ ആരംഭം? കാരണം ഉത്തരേന്ത്യ എന്റെ സഹോദരന്മാരെ, ആ ചിത്രം ശരിയായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത് സാലിഹ് സഖാഫി എന്ന് പറഞ്ഞാൽ കേവലം ഒരു സഖാഫിയല്ല. ന്യൂസിലാൻഡിലെ ആൾ ഇതിൽ വെറുപ്പ് പ്രകടിപ്പിച്ച് പുറത്തു പോകുന്നത് വരെ കാന്തപുരത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത കാരന്തൂർ മർക്കസിലെ പ്രധാന അധ്യാപകനായ സാക്ഷാൽ സാലിഹ് സഖാഫി ഈ സത്യം കൃത്രിമമായി ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് ജിഷാനോട് പറയുമ്പോൾ, മലയമ്മ സഖാഫി ആ സത്യം അതുപോലെ പറഞ്ഞ് പുറത്തു വന്ന് നമ്മളോട് പറയുമ്പോൾ, ഇത് നിഷേധിക്കാൻ കാന്തപുരത്തിന് കഴിയുന്നില്ലല്ലോ. കോഴിക്കോട് മുതലക്കുളത്ത് പരിപാടി വെച്ചു, കാന്തപുരത്തെ നാട്ടിൽ പൂനൂരിൽ പരിപാടി വെച്ചു. എന്തേ നിഷേധിക്കാൻ കഴിയില്ല? നിഷേധിച്ചാൽ ഇതിലൊക്കെ സാക്ഷികൾ ഈ പറയുന്ന ജിഷാൻ മാഹി മാത്രമല്ല, ഈ പറയുന്ന സാലിഹ് സഖാഫി മാത്രമല്ല, ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി മാത്രമല്ല, ഇതിലെ സാക്ഷികൾ അവർ നിഷേധിച്ചാൽ അത് നിഷേധിക്കും, അത് ശരിയാണെന്ന് ശരിവെക്കും. ഒരു കാരണവശാലും ജീവിച്ചിരിക്കുന്ന സാക്ഷികളുള്ള കാലഘട്ടത്തോളം ഒരു കാരണവശാലും ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല. ഇവർക്കിടയിൽ കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചയായി കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കാന്തപുരം ഏൽപ്പിച്ചിട്ട് സാലിഹ് സഖാഫി ഉണ്ടാക്കി. മലയമ്മ സഖാഫിനെ ഏൽപ്പിച്ച കാര്യം മലയമ്മ സഖാഫി അന്ന് തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. ആ മലയമ്മ സഖാഫി അന്ന് പറഞ്ഞ കാര്യം അന്നത്തെ ചാനൽ ഇന്ത്യ വിഷൻ റിപ്പോർട്ട് ചെയ്ത് സാന്ദർഭികമായി നിങ്ങൾ കേൾക്കുക. ഇതിന് അടിവരയിട്ടുകൊണ്ട് നേരത്തെ സഖാഫി കാര്യം പറഞ്ഞു മലയമ്മ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനദുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിന് മുന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരികേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന 2 കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകതയുണ്ടായത്. തുടർന്ന് സനദുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനദുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടത് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും 2 കൂടി കൊളത്തി പാസ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സനദ് ഉണ്ടായത്. അതാണ് ഈ കോട്ടത്തിൽ വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സനദ്. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ മജീദ് ബാഖഫി എന്നയാൾ കൃത്രിമ സനദുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി. മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് EK സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു. ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനദ് കൃത്രിമമാണെന്ന വെളിപ്പെടുത്തലും ഈ സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. ഇന്ത്യ വിഷൻ, കോഴിക്കോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അടിവരയിട്ട് നോക്ക് നിങ്ങൾ. കാന്തപുരത്തിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന മലയമ്മ സഖാഫി അത് നേരത്തെ സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ വൈകി ജിഷാൻ മാഹിക്ക് അഭിമുഖം കൊടുത്ത സാലിഹ് സഖാഫി കാന്തപുരത്തിലെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം ഈ കൃത്യമായ സനദുണ്ടാക്കിയ വിവരം അതുപോലെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊന്നും നിഷേധിക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. ജിഷാൻ മാഹി പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനും സാക്ഷികളുണ്ട്. ഈ തരത്തിൽ പ്രകടമായി യാഥാർത്ഥ്യം നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഇവരെങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു നോക്കിയിരുന്നോ? ഇതൊന്നും വില പോകൂല. ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഈ സമുദായത്തോട് ഇങ്ങനെ കളവ് പറയാൻ പറ്റുമോ? അപ്പൊ ഞാനും തങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് കളവ് പറയുമെങ്കിൽ ഞാൻ ആ കളവ് തങ്ങളോട് പറഞ്ഞു, തങ്ങൾ കേട്ടു പുറത്തു മരുന്നെങ്കിൽ 2 ആളെ കുറ്റത്തിൽ ഒതുങ്ങും. ഇത് പച്ചയായി പരസ്യമായി കള്ളം പറഞ്ഞാൽ, അതും ആലിമീങ്ങൾ കള്ളം പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ജനലക്ഷങ്ങൾ ജനകോടികൾ എന്നും ഈ കള്ളം കേൾക്കതെ നെറ്റിൽ ഇന്റർനെറ്റിൽ യൂട്യൂബിൽ ആളുകൾ കയറ്റുകയാണ്. പിന്നെ ജനകോടികൾ കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ ഈ കള്ളം വിശ്വസിക്കുമ്പോൾ ഈ ആളുകൾ ആദ്യം കള്ളം പറഞ്ഞ ആളുകളുടെ കുറ്റത്തിന്റെ കട്ടി ഗൗരവം എത്രയായിരിക്കും? നിങ്ങളെ നിമിഷത്തിൽ നോക്ക്. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർക്കൊരാളുണ്ടായിരുന്നു, ഒരു അഹ്സനി, സ്വപ്നക്കാരെന്ന ആൾക്കാർ പേരിട്ടിരുന്നു. സ്വപ്നജീവി പല പേരുണ്ട്. അങ്ങനെ സ്വപ്നം കണ്ട് പല കഥകളും ഉറക്കല. ആ കഥകൾ കേട്ട് ചിരിച്ച് നമ്മൾ തന്നെ സ്ത്രീകൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇയാളോട് ഇപ്പൊ അവസാനം സ്വപ്നം കണ്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? അയാളെ ഉസ്താദ്, പ്രധാനപ്പെട്ട ഉസ്താദ് വിളിപ്പിച്ചിട്ട്, ഈ സുലൈമാൻ മുസ്ലിയാർ എന്നറിയും, ഇവിടെ അടുത്തുള്ള ആളാ, നമുക്ക് കൊണ്ടോട്ടി അടുത്തുള്ള ആളാ, അദ്ദേഹം വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ആസ് നിങ്ങൾ സ്വപ്നം കാണാൻ പാടില്ല. അഥവാ നീ കണ്ടാൽ തന്നെ പുറത്ത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ വ്യാഖ്യാനം എന്നിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ നിയന്ത്രിച്ചപ്പോ കുടുങ്ങി ഇയാളെ സ്വപ്നം കൊണ്ട് ഇയാള് പറയാണ്, ഈ മുടി കാന്തപുരത്തിന് ആരാ കൊടുത്തുന്നോ? ഇയാള് പറയണത് ബറക്കാത്തി സാദാത്യങ്ങളിൽപ്പെട്ട മുഹമ്മദ് ഇക്ബാൽ വലി ജാലിയ വാലാർ വലിയ മഹാൻ കൊടുത്തതാണ്. സയ്യിദ്
അപ്പൊ കാന്തപുരം സ്ഥാനത്ത് ഇക്ബാൽ ജാലിയാവാലെ കൊടുത്തിരിക്കുന്നത് കാന്തപുരം പിന്നെ അവസാനം സമ്മതിച്ചിട്ടുണ്ട്, നമ്മളെ അടുത്ത് പോയിട്ടുണ്ട്, നമ്മളെ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇക്ബാൽ ജാലിയാവാല ആരാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ജാലിയാവാലിനെ കുറിച്ച് വിശദമായി നമ്മൾ പറയാറില്ല. ജിഷാൻ മാഹി പറയുന്ന പോയി കണ്ടിട്ടുണ്ട്. ജാലിയാവാല എന്ന് പറഞ്ഞാല് ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ്, ഒരു വിവരം അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യനാണ്. കാരണം ഡോക്ടർ അഹമ്മദ് ഹസ്രജി ഇയാൾക്ക് മുടി ആവശ്യപ്പെട്ട് കൊടുത്തുകൊണ്ട കത്ത് ഇയാൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയില്ല, നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഫയൽ കാണിച്ചു, നമ്മൾ തെരഞ്ഞെടുത്തപ്പോ ഇയാൾക്ക് വലിയ കൗതുക, ഇതാണ് ആ കത്ത്, ഒന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അയാൾക്ക് അറബി വായിക്കറിയില്ല. കാന്തപുരം മുടിന്റെ സനത് തെരുവോച്ചിട്ട് കൊടുത്തയച്ച കത്തുണ്ട്, ആൾ ഇന്ത്യ സുന്നി ജമാഅത്ത് ലെറ്റർ പേഡില്, അതൊന്ന് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇയാൾക്ക് ഉറുദു അറിയില്ല, അറബി അറിയില്ല, മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. ആ മാതിരി ഒരു മനുഷ്യനാ. എന്നാ അറിവില്ലെങ്കിൽ പോകട്ടെ, കിതാബും അറിവൊന്നും വേണ്ട. ഇയാൾക്ക് ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും അറിയില്ലെങ്കിൽ വേണ്ട, നിസ്കാരമില്ലാത്ത മനുഷ്യനാണ്. ഇതൊന്നും തമാശ പറയല. നിസ്കാരമില്ലാത്ത, ജുമാ പോലും ഇല്ലാത്ത മനുഷ്യനാ. കൃത്യമായി ഞങ്ങൾ പഠിച്ചിട്ടാ പറയുന്നത്. ഇത് അറിയാൻ പറ്റാത്ത കാര്യമല്ലോ. ബോംബെയിൽ ഇക്ബാൽ ജാലിയാവാല എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ബോംബെയിലെ നമ്മുടെ പ്രധാനപ്പെട്ട മലയാളി നേതാക്കന്മാരുണ്ട്. സുന്നിയാകണമെന്നില്ല, മുജാഹിദാണെന്നില്ല, ജമാഅത്താണെന്നില്ല, AP ആണെന്നില്ല. ആരോടും ചോദിച്ചു നോക്ക്, ബോംബെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കന്മാർ ഇയാളെ കുറിച്ച് അന്വേഷിച്ചു നോക്കി. അയക്കുന്നത് നിസ്കാരം, അയക്കുന്നത് നോമ്പ്, ആ പരിപാടിയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഞങ്ങൾ ചെന്നപ്പോ ഇയാൾ നല്ല നിലക്ക് സ്വീകരിച്ചു. കേരളത്തിന് ഈ മുടിന്റെ മഹത്വം അറിയാൻ വേണ്ടി വന്നിക്കല്ലേ, ഭയങ്കര കൗതുകമായി. കാരണം അയാൾ നല്ല സ്വീകരണം, ചായയും കടിയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അവിടെ ചെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാര്യം മനസ്സിലാവും ഇയാളുടെ അവസ്ഥ. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഫ്ളാറ്റാ, അതിന് 3ാമത്തെ ഫ്ലോറിലേക്ക് കോണിങ്ങനെ കാര്യപ്പോണി ഭയങ്കര ഇടങ്ങാറാ. ഒരു ഇടുങ്ങിയ കോണിയാ, പഴകിയ കോണി, പൊളിഞ്ഞ കായ്. അതിന് എത്തിപ്പെട്ടാലോ ആകെ ഒരു ചെറിയ സ്ഥലമാണുള്ളത്. അതിലൊരു റൂമിൽ ചെറിയതായിട്ട് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ആളെ പെണ്ണുങ്ങള് ആളെ മരോളെ കാണാം. മരോള് ഹാഫ്കായ് ഷർട്ടാ, തലയിൽ തട്ടിട്ടിട്ടില്ല, അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുട്ടിയുടെ തൊട്ടിയിൽ ഇവിടെ തന്നെ ഇപ്പുറത്തിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ അവസ്ഥാവിശേഷമാണ്. ഒരു ഹിജാബുമില്ല, ഹുർമത്തുമില്ല, ഒന്നുമില്ല. ഒരു അറയിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ചോദിച്ചപ്പോ മുടിന്റെ കെട്ടിലെടുത്തു, വലിയൊരു ഗ്ലാസിന്റെ പെട്ടിനാ എടുത്തത്. ആ പെട്ടിയിൽ വലിയൊരു മുടിക്കെട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ ഇട്ടിക്കണ്, നമ്മളെ യു ടൈപ്പിൽ, കാരണം നീളം കൂടിയതുകൊണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ മുടി, ചോക്കെ റസൂലുള്ളാഹിന്റെ മുടിയാണ് പറഞ്ഞു. എന്തായാലും നീളവും വലിപ്പം ഒരു 10,000 മുടിയെങ്കിലും ചുരുങ്ങേണ്ടി. 20,000 നമുക്ക് സുമാർ കണക്കാക്കാമല്ലോ. ചുരുങ്ങിയൊരു 10,000 മുടി കൂട്ടിക്കോ. തൊട്ടപ്പുറത്ത് വേറെ പാത്രത്തിൽ മുടിന്റെ പീസുകൾ വേറുണ്ട്. അപ്പത്തിന് മൊഹിദ്ദീൻ ശൈഖിന്റെ മുടിക്കെട്ട് വേറെടുത്തു. മൊഹിദ്ദീൻ ശൈഖിന്റെ മുടിയാണ്. അപ്പത്തിന് മൊഹിദ്ദീൻ ശൈഖിന്റെ താടിമുടി എടുത്തു. അപ്പത്തിന് ഫാത്തിമാവിന്റെ സുറുമക്കോലെടുത്തു. അപ്പത്തിന് നബി തങ്ങളുടെ പുതപ്പാർ, നല്ലൊരു കറുത്ത ഊളൻ പുതപ്പ്, റസൂലുള്ളാഹിന്റെ പുതപ്പാർ എടുത്തു. അപ്പത്തിന് നബി തങ്ങളുടെ വടിയാറൊരു വടി എടുത്തു, മാന്റെ കൊമ്പിന്റെ പിടിയുള്ള വടി. എന്താണ് ആ വടിയിലൊക്കെ ചോർക്ക്? പുതിയ വടി, 1400 കൊല്ലം പഴക്കമുള്ള വടിയാ. ഈ മാതിരി സാധനങ്ങളൊക്കെ എടുത്തു എന്ന് മാത്രമല്ല, ജിഷാൻ പറയുന്നത് ഡിജിറ്റൽ ക്യാമറ, മൊഹിദ്ദീൻ ശൈഖിന്റെ ഡിജിറ്റൽ ക്യാമറ എടുത്തു പറയുന്നുണ്ട് അവന്. നമുക്ക് ഡിജിറ്റൽ ക്യാമറ കാണിച്ചാൽ മൊഹിദ്ദീൻ ശൈഖിന്റെ കളർ ഫോട്ടോ കാണിച്ചു തന്നു. മൊഹിദ്ദീൻ ശൈഖിന്റെ കളർ ഫോട്ടോ ഞാൻ കണ്ടതാ. പഠിച്ച മൊഹിദ്ദീൻ ശൈഖിന്റെ കാലത്ത് ഫോട്ടോഗ്രാഫി സംവിധാനം ഉണ്ടോ? മൂപ്പര് ഫോട്ടോ, കളർ ഫോട്ടോ മൊഹിദ്ദീൻ ശൈഖിന്റെ. ഈ മാതിരി എല്ലാ സാധനവും ഈ മനുഷ്യന്റെ കൈവശമുണ്ട്. ഇങ്ങനത്തെ ഒരു സാധാരണ വിവരമില്ലാത്ത മനുഷ്യൻ. നമ്മളവിടെ ഒറ്റ ചോദ്യം ചോദിച്ചു, എല്ലാം ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചു, എനിക്ക് ഈ മുടി എവിടുന്ന് കിട്ടി ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്കിന്റെ വല്യാപ്പ ഉസ്മാൻ ജലാലുദ്ദീൻ തന്നതാണ്. വല്യാപ്പ എവിടെയാണ് ചോദിച്ചു. ഒരു ബാഗ്ദാദിൽ മറവിട്ട് കിടക്കുകയാണ്. അത് എന്ന് തന്നു, എങ്ങനെ തന്നു, മൂപ്പരിക്ക് എവിടെ ഒന്നും മൂപ്പരിക്ക് അറിയില്ലായിരുന്നു, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ പിന്നെ എങ്ങനെ എനിക്കിത് കിട്ടിപ്പോരാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചു. ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടിയാണ് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിന്റെ പരമ്പരയിൽ കൂടെ ഇങ്ങനെ വന്ന ആളാണ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണല്ലേ പറഞ്ഞു. ആളാണെന്ന് മാത്രമല്ല, അന്ന് അബൂബക്കർ സിദ്ദീഖിനെ മറ്റേ സൗർ മാളത്തുനിന്ന് പാമ്പ് കൊത്തിയില്ലേ, പാമ്പ് കൊത്തി അടയാളം ഇപ്പോഴും എന്റെ കാലുമുണ്ട് പറഞ്ഞു. സത്യം ഞാൻ പറയണ, ഈ ഇഖ്ബാൽ അലിയാവരെ പറഞ്ഞതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, അന്ന് അബൂബക്കർ സിദ്ദീഖിനെ പാമ്പ് കൊത്തി അടയാളം പാരമ്പര്യമായി പോന്നു മൂപ്പർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മകന്റെ കുട്ടിയല്ലേ തൊട്ടുകിടക്കാൻ, ആ കുട്ടിക്കൊണ്ട് ചോദിച്ചു. മകനപ്പ അവിടെ കുട്ടിക്കൊണ്ട് ചോദിച്ചു. ഓ കുട്ടിക്കുണ്ടാണ്, കുട്ടി ഉറങ്ങണം, അപ്പൊ ഉണർത്താൻ പറ്റൂല്ലോ. പോണ സമയത്ത് നമ്മൾ ചോദിച്ചു, കുട്ടീനത് കാണിച്ചു ചോദിച്ചു. ആ കുട്ടീനെ എടുത്തു മൂപ്പര്. എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മറുകുണ്ട് കൈയിന്റെ കൈപ്പനമേ, അതാണ് ആ പാമ്പ് കടിച്ച അടയാളം എന്നാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പാമ്പ് കടിച്ച അടയാളുണ്ട്. ഈ മറുക് നീല കളറിലുണ്ടാവുമല്ലോ. ഈ തോതിൽ ഞാനത് പറഞ്ഞെന്താണോ, സമയം കളയാനല്ല. ഇയാൾ അബൂബക്കർ സിദ്ദീഖിന്റെ പരമ്പരയിൽപ്പെട്ടാണ് ഉറപ്പിച്ചും തറപ്പിച്ചും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വന്ന മനുഷ്യനാ. ആ മനുഷ്യനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. ഇയാൾ ബറക്കാത്തി തങ്ങന്മാരിൽപ്പെട്ട ആളാണ്. ബറക്കാത്തി തങ്ങന്മാരാണ് തങ്ങളെ സയ്യിദ് ആരാ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട ആള്. ഫാത്തിമ ബീവിന്റെ മക്കളാണ് ഹസൻ ഹുസൈൻ. ആ പരമ്പര അഹ്ലുൽ ബൈത്ത് എന്നറിയാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ സയ്യിദാ, അഹ്ലുൽ ബൈത്താ.
പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സയ്യിദ അഹ്ലു ബൈത്ത, BSK തങ്ങൾ സയ്യിദ അഹ്ലു ബൈത്ത, ഇങ്ങനത്തെ ഒരുപാട് കോഴിക്കോട് കളി തങ്ങൾ, ജമലുല്ലയിൽ തങ്ങൾ സയ്യിദ അഹ്ലു ബൈത്ത റസൂലുള്ളാഹിന്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാ. അവർക്ക് ആ സയ്യിദരെ ബറക്കാത്തി സാദാത്തുകൾ ഉണ്ടെന്നോ? ഉത്തർപ്രദേശിലെ യുപിയിലെ തങ്ങളുടെ ബറക്കാത്തി സാദാത്തുകൾ ആ പരമ്പര. ഇവര് പറഞ്ഞത് ഈ മുടി നിന്ന ആൾ ഇക്ബാൽ ജാലിയവാലാറിനായി ഈ വിവരമില്ലാത്ത, ദീനുമായി ടച്ചില്ലാത്ത ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ, ലോകത്ത് ആരും വരെ കൽപ്പിക്കാത്ത ഈ മനുഷ്യനെ മഹാനായി ചിത്രീകരിക്കാൻ വേണ്ടി വലിയാക്കുന്നു മാത്രമല്ല, ഇയാൾ സയ്യിദാണെന്ന് ആക്കുന്നു, അഹ്ലു ബൈത്താക്കുന്നു മാത്രമല്ല, ഇയാൾ ജീവിക്കുന്നത് ബോംബെയിലാണ്, മഹാരാഷ്ട്രയിലാണ് ബോംബെ. എന്നാൽ ഈ ബറക്കാത്തി സാദാത്തുകൾ പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലുള്ള മർഹാര ഷെരീഫിലാണ് ബറക്കാത്തി സാദാത്തുകളുടെ മക്കാമൊക്കെയുള്ള സ്ഥലമാണ്. അവിടുത്തെ സയ്യിദാണ്. ബോംബെക്കാരനായ അബൂബക്കർ സിദ്ദീഖിന്റെ പരമ്പരയിലാണ് ഞാൻ ജനിച്ചത് എന്ന് കള്ളം പറഞ്ഞ ആ പരമ്പരയിലാണ് സ്വയം ഇക്ബാൽ ജാലിയ പോലും സമ്മതിക്കും ഞാൻ സയ്യിദല്ല എന്ന് ഇന്നും സമ്മതിക്കുന്ന ആ ഇക്ബാൽ ജാലിയവാല. അയാൾ കുട്ട മുടിക്കാരൻ നല്ല ആളാന്ന് വരുത്താൻ, റസൂലുള്ളാഹിന്റെ പരമ്പര ആളാണെന്ന് വരുത്താൻ മാത്രമല്ല, ബറക്കാത്തി സാദാത്തുകളെ കിട്ടിയെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഈ ഇക്ബാൽ ജാലിയവാല മഹാരാ ഷെരീഫ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ഈ ബറക്കാത്തി സാദാത്തുകൾ സയ്യിദ് ഇക്ബാൽ ജാലിയവാലയാണ് പച്ചയായ കള്ള അവതരിപ്പിക്കുന്നത്. നോക്കുന്നത് കളവ് പറയുന്നത് അതിർത്തി വേണം. 200-300 ഒന്നിലേറെയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ബന്ധപ്പെടാറുണ്ട്. ഉസ്താദ് അവിടെ ബന്ധപ്പെടാറുണ്ട്. അവിടുത്തെ നേർച്ചയ്ക്ക് എല്ലാ വർഷവും ഉസ്താദിനെ ക്ഷണിക്കാറുണ്ട്. ഉസ്താദ് ആ സയ്യിദന്മാരോട് പലപ്പോഴും എനിക്ക് ഒരു മുടിയെങ്കിലും തരുമോ എന്ന് പലപ്പോഴും ക്ഷണപേക്ഷിക്കാറുണ്ട്. പക്ഷേ കൊടുക്കാറില്ല. അവസാനം 4 വർഷം മുമ്പ് 2 ഷഅർ മുബാറക് ഉസ്താദിന് അൽഹംദുലില്ലാ കൊടുത്തു. മർഹബ ഷരീഫിൽ ആരാണ് കൊടുത്തത്? മുഹമ്മദ് ജാലിയവാല എന്ന അവിടുത്തെ സയ്യിദാണ് കൊടുത്തത്. കൊടുക്കുമ്പോൾ 2 സാക്ഷികളെ നിർത്തിയാണ് കൊടുത്തത്. ആ 2 സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരും ഉറുദുക്കാരാണ്, നല്ല മനുഷ്യന്മാരാണ്, ഇൽമിന്റെ അഹ്ലുകാരുമാണ്. ആ 2 പേരെ സാക്ഷി നിർത്തി. സാക്ഷിപത്രം കൊടുത്തിട്ട് സനദും കൊടുത്തിട്ട് ആ സനദിൽ എന്റെ സഹോദരങ്ങളെ എത്ര പച്ചയായിട്ടാ കളർന്നത്. ആ ബറക്കാസീദ സാദാത്തിങ്ങപ്പെട്ട മർഹാര ഷെരീഫിലെ സയ്യിദ് മുഹമ്മദ് ജാലിയവാലാറിന് തങ്ങളാ കൊടുത്തത്. ഇയാള് കേട്ടാൽ കിട്ടും, ഔ ഞാൻ തങ്ങളായ മൂപ്പര് തരാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ജാലിയവാല മൂപ്പര് തങ്ങളാക്കിയത്. നോക്ക് നിങ്ങൾ, അത് ഒരു സ്ഥലത്ത് മാത്രമല്ല പറയണത്, ഇതിങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി കളപ്പകൾ പറയണേ. ഈ പുസ്തകം തിരുകേശം മഹത്വം വർത്തമാനം, ഈ പുസ്തകം ഈ വിഷയത്തെക്കുറിച്ച് ഇവർ എഴുതിയതാ. അറിയുന്നോ? കാരന്തൂർ മർക്കസിലെ പ്രധാന ഉസ്താദ്. ആരാ പ്രസിദ്ധീകരിച്ചോ? കാരന്തൂർ മർക്കസിലെ വിദ്യാർത്ഥി സംഘടന. ആരാ അവതാരകോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് വെച്ചാൽ കാന്തപുരം എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 44 ഇതേ കളവ് ആവർത്തിക്കുന്നുണ്ട്. ഇക്ബാൽ ജാലിയവാല എന്നാണ് ബറക്കാത്തിയാണ്. ഈ ബറക്കാത്തി തങ്ങന്മാർ മർഹാര ഷെരീഫിലെ തങ്ങന്മാരെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇയാൾ ബറക്കാത്തിയാണ് പച്ചയായതിന്റെ പേജ് നമ്പർ 44 പറയുന്നുണ്ട്. ആ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കളവ് നോക്ക് പറയുന്നത്, ബോംബെ സ്വദേശിയായ സയ്യിദ് ഇക്ബാൽ വലി മുഹമ്മദ് ബറക്കാത്തിയാണ് മറ്റൊരു തിരികേശം കാന്തപുരം ഉസ്താദിന് സമ്മാനിച്ചത്. ബറക്കാത്തിട്ട് ഒരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്. മൂപ്പർക്ക് അത് അറിയില്ല. ബറക്കാത്തി ഒരു വിവരമുണ്ട്, ലോക വിവരമില്ല. ഇങ്ങനെ ബറക്കാത്തി തങ്ങന്മാരുള്ള വിവരം മൂപ്പർക്ക് വിവരമില്ല. അവിടെ മാത്ര സാക്ഷാൽ കാന്തപുരം ചീഫ് എഡിറ്ററായ സുന്നി വോയിസ് ആണ് ഈ കാണുന്നത്. ഈ സുന്നി വോയിസും ഇതുപോലെ പച്ചക്കള്ളം എഴുതിയിരിക്കുന്നു. ഇയാളെ സയ്യിദാക്കാനും ബറക്കാത്തി തങ്ങളാക്കാനും നമ്മളവരോട് പോകുന്നവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഈ കൃത്യമായി ഇക്ബാൽ ജാലിയവാല ബറക്കാത്തി തങ്ങൾപ്പെട്ട ആളാണെന്ന് സാക്ഷാൽ കാന്തപുരം ചീഫ് എഡിറ്ററായ സുന്നി വോയിസിൽ പറയുന്നത്. സത്യത്തിൽ ഇയാൾ സയ്യിദ അഹ്ലു ബൈത്തുമല്ല, ഒന്നുമല്ല എന്ന് മാത്രമല്ല, ഇയാളുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഇയാളെ പറ്റി നമ്മൾ പറയണത് മാത്രമല്ല, ഇവർ തന്നെ പറയണ്ടാക്കി ഹറാമു ഹലാലും തിരിച്ചറിയാത്ത ആളാണ്. ഹറാമു ഹലാലും അറിയണ്ടേ? അതായത് ഇവൻ ഉദ്ധരിക്കുന്നത് നമ്മൾ ആ ഭാഗമൊന്നും പുറത്തു പറയാറില്ല. ഒരു മനുഷ്യന്റെ കുറ്റം പുറത്തു പറയണ്ടല്ലോ. ഇത് ആവശ്യത്തിന് വേണ്ടി പുറത്തു പറയൽ വാജിബാന്നുള്ള മസലുണ്ട്. അതുകൊണ്ട് പറയേണ്ടി ഒന്നുകൊണ്ട് പറയാണ്. ഈ പറഞ്ഞ ജിഷാൻ ഇവരെ ഉസ്താദ്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉസ്താദെ അവിടെ ഉള്ളത് ഇങ്ങനെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്, ഇയാൾ കൈ കൊടുക്കുന്നുണ്ട്. ഇയാളെ മുന്നിൽ മറല്ല നിൽക്കുന്നുണ്ട്. പല ഇടപാടുകളുണ്ട്. തന്നെ മറുഗ്രൂപ്പിൽ ഇപ്പോൾ നിൽക്കുന്ന പുറത്തൊന്നാണെങ്കിലും അയാൾക്ക് അതിന് ഹറാമും ഹലാലും കണ്ട് എന്ന് പറയുന്ന അയാൾക്കൊന്നും അറിയില്ല. അത് ഇന്നലെപ്പം പറഞ്ഞു, അയാൾക്കിപ്പോ ഈ പെണ്ണുങ്ങളേക്കാൾ ഒരു പെണ്ണേറ്റ് എന്തായെന്നല്ല ജീവിതത്തിൽ വെച്ചും ആ സംഗതി ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ അറിയില്ല. കാരണം അത് ഹറാമാണ്.
പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ടൊരു കേസ് ജിഷാൻ പറയുന്നുണ്ട്. അത് ഹറാമ. നമ്മളെ ഏത് കുട്ടികൾക്കും അറിയും. അന്യ പെണ്ണുങ്ങളുമായി കാണലും സ്പർശിക്കലും ഇതൊക്കെ ഹറാമാണ്. ആ ഹറാമാന്ന് ഇയാൾക്ക് അറിയാന്ന് ആരാ പറഞ്ഞത്? കാമറ ഗ്രൂപ്പിന്റെ ലീഡർഷിപ്പുള്ള പൊന്മൺ അബ്ദുൽ ഖാദർ മുസ്ലിയാരാ പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യനാണ് ഇയാൾ അഹ്ലുൽ ബൈത്തായി സയ്യിദായി ബറക്കാത്തി. അതും എവിടെ? ഉത്തർപ്രദേശ് സ്റ്റേറ്റിലാണ്. ഏത് ബറക്കാത്തി സാദാത്യങ്ങള്? ഇക്ബാൽ ജാലിയവാല എവിടെയാണ്? മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ബോംബെയാണ്. ഏതുപോലെ നമ്മളെ കോഴിക്കോടും ബാംഗ്ലൂരും തമ്മിലുള്ള വ്യത്യാസം. യാതൊരു കണക്ഷനിൽ ഈ ബറക്കാത്തി സാദാത്യങ്ങളുമായി അങ്ങനത്തെ ഒരു വിവരമില്ലാത്ത, ഹറാമും ഹലാലും തിരിച്ചറിയാത്ത ഈ ജാലിയാവാല ഇയാളെയാണ് സയ്യിദ് അഹ്ലുൽ ബൈത്തായും ബറക്കാത്തി തങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് കാന്തപുരത്തിന് മുടിക്ക് മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. സത്യത്തിൽ